പിന്നെ വിവാദം ഇനിയും തീരുന്നില്ല. അതായത് 18-ാം തീയതി ഡിസംബർ 18-ാം തീയതി ഇറങ്ങുന്ന ബബ്ബ ബബ്ബ പറഞ്ഞ ഫിലിം, അത് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സ്ത്രീ സമൂഹം തയ്യാറെടുക്കുന്നുണ്ട്. അതായത് തിയേറ്ററുകളുടെ മുമ്പിലൊക്കെ പ്രതിഷേധം അറിയിക്കാനാണ് പുതിയ പ്ലാന്. അപ്പോ മറു സൈഡും വെറുതെ ഇരിക്കുന്നില്ല, അവരും തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തിയേറ്ററിൽ നിന്ന് പടം ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് പടം ഇപ്പൊ പുതിയ റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ തള്ളിയിരിക്കുന്നത് റിലീസിന് മുമ്പേ 100 കോടി എന്നാണ് തള്ളിയിരിക്കുന്നത്. അതിന് ഏറ്റവും പാവം പെട്ടുപോയത് നമ്മുടെ മോഹൻലാലാണ്. എന്താ കാരണം പറഞ്ഞാൽ ഈ പടം ഇങ്ങനെ ഒരു വിവാദം ആവുമെന്നോ, ഈ എന്താ പറയാ ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് ദിലീപിന്റെ പ്രശ്നം ഉന്നയിക്കുമെന്നോ 8-ാം തീയതി ലാസ്റ്റ് വിധി വരുമെന്നോ ഒന്നും മോഹൻലാലിനെ അറിയില്ലായിരുന്നു. അദ്ദേഹം കൊണ്ടുപോയി ഒരു 5-6 മാസം മുമ്പ് കോൾ ഷീറ്റ് കൊടുത്തു, ഒരു 2-3 സീനിലുണ്ട്. അപ്പോ അത് കറക്റ്റ് ഈ 8-ാം തീയതി മറ്റേ സംഭവം 8-ാം തീയതിക്ക് ശേഷം അതിന്റെ ട്രെയിലർ റിലീസായപ്പോ മൊത്തം മോഹൻലാലിന്റെ എയറിലാണ്. അദ്ദേഹം ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടില്ല. ദിലീപിനെ ഒരു 1-2 സീനിൽ അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെയും പിടിച്ചിട്ട് എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവസ്ഥ അല്ലേ? ആ ബബ്ബ ബബ്ബ എന്ന സിനിമയില് ആദ്യം ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടപ്പോ എനിക്ക് നല്ലൊരു മാസ് പടം പോലെ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് തോന്നി, വളരെ ഒരു എന്റർടൈൻമെന്റ് പോലെ തോന്നി. ഇത് രണ്ടാമത് അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് ഒരു ട്രെയിലർ ഇറക്കി, അതായത് മോഹൻലാലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും അതൊരു നല്ലൊരു പടക്കം പോലെ തോന്നി ആ മൂവി. എന്താ കാരണം പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ അപ്പൊ തന്നെ പകുതി പടം പൊളിഞ്ഞു. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ അതുകൂടി ചേർന്നപ്പോ മുഴുവനായി. പിന്നെ ലാലും കൂടി ആയപ്പോ അതിന് ശരിക്കും ദിലീപ് മാത്രമാണ് അതിൽ ഫുള്ള് മാസ് കാണിക്കണ പറഞ്ഞ പടം ഏകദേശം ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയെന്നാണ് എന്റെ സ്വന്തം അഭിപ്രായം. ഈ മൾട്ടി ടീമുകൾ വന്നതോട് കൂടിയിട്ട് മൊത്തം അതൊരു പടക്ക മൂവി പോലെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. മൊത്തം ഇപ്പൊ നാളെ 18-ാം തീയതിയാണ് അതിന്റെ റിലീസ്. അപ്പൊ അതിനു മുമ്പ് തന്നെ പല ബഹിഷ്കരണ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. പല വിമൻസ് സംഘടനകളും അത് തിയേറ്ററിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ, അതായത് പണിമുടക്കല്ല, അവര് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയസിലും പിന്നെ ദിലീപ് ഫാൻസുകള് നല്ല പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ കംപ്ലീറ്റ് സ്ത്രീകളും കുട്ടികളും വന്നാലല്ലേ പടം വിജയിക്കുള്ളൂ.